ഫൈനലി അതങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം കൈകൊണ്ട് ബിൽഡ് ചെയ്തെടുത്ത നമ്മുടെ സ്വന്തം ക്യാമ്പർ വാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ വളരെ പ്രൗഡോട് കൂടി ഇൻട്രോഡ്യൂസ് ചെയ്യാണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് വാനും കൊണ്ട് ബീച്ചിന്റെ സൈഡിലേക്ക് പോവാണ് സൺസെറ്റ് കാണാനായിട്ട്. നമുക്ക് എവിടെങ്കിലും പോയി ക്യാമ്പ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒട്ടും സമയമില്ല. നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട്ടിൽ പോകണം, അപ്പൊ ഒട്ടും സമയമില്ല. ഒരുപാട് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ള ആ ഒരു ബീച്ച് സൈഡിലേക്ക് തന്നെയാണ് വന്നത്. ഇവിടുത്തെ വ്യൂ അന്യായ വ്യൂ ആണ്. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ വന്നത് ഇങ്ങോട്ടാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ വരുന്ന സ്ഥലം ഇതാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് ഇതാ ഈ ഒരു കാഴ്ച കാണാനായിട്ട്. ചുമ വരുന്നു. സമയം രാത്രി 10:30 ആയിട്ടുണ്ട്. നമ്മൾ വാൻ കൊണ്ടുവന്ന് ബീച്ചിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കിടിലം വ്യൂയോട് കൂടി നമ്മുടെ ഈ ഒരു വാനിന്റെ ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഏകദേശം ഒരു 2 വർഷത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വീട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത്രയും സമയം എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥ തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സമയം തണുപ്പാണ്, വിന്റർ ആണ്. ഇതാ കണ്ടില്ലേ, നമ്മുടെ വാനാണ് ഈ സ്നോ വീണ് മൂടിക്കിടക്കുന്നത്. ഇതുപോലൊരു കാലാവസ്ഥയിൽ ഒരു ഗാരേജ് പോലും ഇല്ല. അതിന്റെ പണി മൊത്തം കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് വളരെ വലിയൊരു ടാസ്ക് ആയിരുന്നു. അതായത് കണ്ടോ, നമ്മുടെ വാനെല്ലാം നല്ല ഫ്രീസ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് മൊത്തം. ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് പണി ചെയ്യാൻ പറ്റത്തില്ല വെളിയിൽ നിന്നുകൊണ്ട്. തണുത്ത് മരം വെച്ചിങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ എല്ലാരും നമ്മളോട് ചോദിക്കുന്ന കാര്യമായിരുന്നു നമ്മുടെ ക്യാമ്പർ വാന്റെ പണി എന്താ തുടങ്ങാതെ. നോക്കിയാൽ നമ്മുടെ വാനെല്ലാം ഫുൾ ഇങ്ങനെ ഫ്രീസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വെളിയിലിട്ട് വാൻ പണിയാനേ പറ്റത്തില്ല. നമ്മൾ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്യാരേജ് നോക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇട്ട് പണിയും, അല്ലെങ്കിൽ നമുക്ക് ഇനി അടുത്ത സമ്മറിലെ പണി തുടങ്ങാത്തുള്ളൂ അല്ലേ? ശരി. അതെ, കാരണം നമ്മൾ നോക്കിയതെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത്ര ഇതായിട്ട് നമുക്ക് തിടുക്കത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പതിയെ ചെയ്താൽ മതി. അടുത്ത് തന്നെ നമുക്ക് കുറഞ്ഞ പൈസയിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി സമ്മറിലെ പണി തുടങ്ങത്തുള്ളൂ. അതെ, ഫുൾ ഇങ്ങനെ ഫ്രോസ്റ്റ് ആയിട്ട് കിടക്കുവാണ്. ഫുൾ ഐസായി കിടക്കുക. ഉണ്ടോ, ഇത് മൊത്തം ചിരണ്ടി മാറ്റണം, വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമ്മൾ വെളിയിൽ ഇടുന്നതുകൊണ്ട് ഇതൊക്കെയാണ്. വണ്ടി നമ്മൾ എപ്പോഴും എന്താ പറയുന്നത് ശ്രദ്ധിക്കണം, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. എന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഹീറ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. നമ്മൾ വാൻ എല്ലാ ദിവസവും ഉപയോഗിക്കാറില്ല, എന്തെങ്കിലും അത്യാവശ്യ സമയങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ ക്യാമറമാന്റെ വർക്ക് ഇങ്ങനെ വൈകുന്നതിൽ നമ്മൾ ഒരുപാട് കളിയാക്കലും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുള്ളതാണ്. എന്തായാലും ആ കളിയാക്കലുകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് 2 വർഷത്തിന് ശേഷം നമ്മുടെ ക്യാമറമാന്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നാട്ടിൽ പോകുന്ന തിരക്കുകളൊക്കെ കൊണ്ട് അല്ലറ ചില്ലറ പണികളൊക്കെ ബാക്കിയുണ്ടെങ്കിലും ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ചെറിയ ചെറിയ പണികളൊക്കെ നമുക്ക് തിരികെ വന്നിട്ട് വിന്റർ ആണെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഇപ്പോൾ നമുക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വാൻ ടൂർ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അത് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് ഇതിനുള്ളിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെന്ന്. നമ്മളൊരു വീടൊക്കെ വെക്കുമ്പോൾ പാലൊക്കെ കാച്ചി കയറി താമസിക്കുക എന്നൊരു രീതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണ്. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരെല്ലാം വിളിച്ച് ചെറിയൊരു പാർട്ടി പോലെ അത് നടത്താനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പൊ അതിനുള്ള സമയമില്ല, കാരണം നമ്മൾ നാട്ടിലൊക്കെ പോകാനുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വാനിന്റെ ഇന്റീരിയർ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്താ അതെ കണ്ടോ, ആക്ച്വലി നമ്മളുണ്ടല്ലോ ഡ്രോൺ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു വന്നതാണ്. അപ്പൊ മഴ പെയ്യുമ്പോ ഡ്രോൺ പറത്താൻ പറ്റത്തില്ലല്ലോ നമ്മുടെ ബേർഡിലൊക്കെ. അതെ അതെ, നല്ല രീതിയിൽ. നാളെ ആണെങ്കിൽ നമുക്ക് സമയമില്ല. നമ്മള് നാളെ ബോട്ടെല്ലാം നനയുന്നുണ്ട്. നമ്മള് നാളെ പോവാണ് നാട്ടിലോട്ട്. അതെ, ഇനി വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. വന്നിട്ട് നമുക്ക് ഡ്രോൺ എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് എടുക്കാൻ പറ്റും. പക്ഷെ വാനിന്റെ ഡ്രോണിൽ എടുക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി വരുമ്പോഴേ പറ്റത്തുള്ളൂ. വെതർ ഭയങ്കര മോശം. രാവിലെയൊക്കെ ആണെങ്കിൽ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാറ്റായിരുന്നു. ഇപ്പോഴാണെങ്കിൽ തണുപ്പ്. ഞാൻ അതുകൊണ്ട് ചെറിയ ലെതർ ജാക്കറ്റ് ഇട്ടേക്കുന്നത്. അതെ, മഴയും പെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് മഴ ഇങ്ങനെ പെയ്യുന്ന കാണാന്. ബോട്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന ആ ഒരു സീനറി കാണാനായിട്ട് നല്ല രസമുണ്ട്. നമ്മൾ ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ, ഇന്നും വന്നതാണ്. അപ്പോഴത്തേക്ക് ഇവിടെ വെച്ച് നമുക്ക് ഡ്രോൺ ഷോട്ട് എടുക്കാനായിട്ട് വന്നേ, പക്ഷെ നടക്കത്തില്ല, മഴ കാരണം. ഇന്നലെയാണെങ്കിൽ തണുപ്പ്, ഇന്നാണെ മഴ. ഇതാണ് ഇവിടുത്തെ ഒരു വെതറിന്റെ കാര്യം. അപ്പം നമ്മുടെ ആ ഒരു 2 വർഷത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഈ കാണുന്നത്. ഒരുപാട് ഞങ്ങൾക്ക് സന്തോഷമായി. പിന്നെ അന്നയുടെ വീട്ടിലൊക്കെ കാണിച്ചു, അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടെ. നല്ല അതെ, അന്നയ്ക്ക് പിന്നെ നമ്മൾ ടൈലിന് പകരം ഒട്ടിച്ചേക്കുന്ന അതാ അന്നയ്ക്ക് ഇഷ്ടപ്പെട്ടത്. ഈ പൈപ്പിന്റെ അടുത്ത് ഉണ്ടോ, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫിനിഷിംഗ് മാർക്കുകൾ അല്ലറ ചില്ലറയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ എന്താണ് ഇന്റീരിയർ ഒക്കെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തും, സെറ്റ് ആക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. വന്നിട്ട് ചെയ്യാം. ഇനി ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ക്യാമ്പിങ്ങിന് പോവാം. നമ്മളിപ്പോ ക്യാമ്പ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. എല്ലാം ഉണ്ട്, വെള്ളമുണ്ട്, കറണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. അതെ, ഗ്യാസ് ഉണ്ട്, എല്ലാം ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്. ഇങ്ങനെ ചുരുണ്ടു കൂടി ഇരുന്ന് മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു.
ഇന്നലെ രാത്രിയിൽ നമ്മളൊരു 10-10:30 ആയപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അത്യാവശ്യം ഒരു സന്ധ്യ മയങ്ങുന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ലൈറ്റ്സ് ഒക്കെ ഇട്ട് നമ്മുടെ ക്യാമറമാൻ എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. സത്യത്തിൽ ലൈറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വാൻ്റെ ഒരു ലുക്ക് തന്നെ മാറിപ്പോയെന്ന് പറയാം. ഇനി തിരിച്ചു വന്നിട്ട് വേണം നമുക്ക് ഇന്റീരിയർ ഒക്കെ ഒന്ന് നല്ല രീതിയിൽ സെറ്റ് ആക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇന്റീരിയറിന് വേണ്ടി, എങ്കിൽ പോലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നേരിട്ട് കാണാൻ വീഡിയോയിൽ അത്രയും ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ തന്നെ ചെയ്തെടുത്തോണ്ടാവാം ഞങ്ങൾക്ക് ഇത്രയും സന്തോഷം. കാരണം ഈ ഒരു ക്യാമറമാൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയൂ. പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, നിങ്ങൾക്കൊരു റെഡിമെയ്ഡ് ആയിട്ടുള്ളത് വാങ്ങിക്കൂടെയെന്ന്. വാങ്ങാൻ ആർക്കും പറ്റും, പക്ഷെ ഇതുപോലൊരു വലിയ റിസ്ക് എടുത്ത് ഇങ്ങനെയൊന്ന് സ്വന്തമായി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പലപ്പോഴും പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയത്ത് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു ശരിക്കും റെഡിമെയ്ഡ് തന്നെ വാങ്ങിയാൽ മതിയെന്ന്. പക്ഷെ പിന്നീട് ആ ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ച് പല നെഗറ്റീവുകളെ അതിജീവിച്ച് നമ്മൾ ഇത്രത്തോളം ഭംഗിയിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കിയതിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഫാമിലിയിലുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട്. നിങ്ങൾ എഴുതി അയക്കുന്ന ഓരോ കമന്റ്സും നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാനുള്ള പ്രചോദനമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരോടും നമ്മുടെ നന്ദിയും സ്നേഹം അറിയിച്ചു കൊള്ളുന്നു. ഈ ബുക്കിലൊക്കെ നോട്ട്ബുക്കിലൊക്കെ കാണുന്ന ഒരു സീനറി ഇല്ലേ, അതിനെ നമ്മൾ നേരിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട്. എത്ര നാളത്തെ കഷ്ടപ്പാടാണല്ലേ നമ്മുടെ വർഷം നമ്മള് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. ശരിക്കും പല സമയത്തും നമുക്ക് നിർത്തി പോകണം തോന്നിയിട്ടുണ്ട്, പലരും നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പലരും ആരും നമ്മളെ ഒന്നും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാളൊരു കാര്യം തീരുമാനിച്ചാല് അവര് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ചെയ്ത് കാണിക്കുമ്പോഴാണ് നമ്മുടെ വിജയം. മനസ്സിലായല്ലോ? നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താനോ കുറ്റം പറയാനോ പലരും കാണും. അതൊക്കെ നമ്മൾ എന്താണ് ചെയ്ത് കാണിക്കുമ്പോഴായിരിക്കും. ഇപ്പൊ നമ്മളത് ചെയ്ത് കാണിച്ചു, അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റും, അത് ഞങ്ങൾ ചെയ്തു, ഞങ്ങളത് ചെയ്ത് കാണിച്ചു. പൈസ കൊടുത്ത് നമ്മൾ വീടുണ്ടാക്കുന്നു, നമ്മൾ വീടുണ്ടാക്കുന്നു. അങ്ങനെ വീടുണ്ടാക്കുന്ന പോലെയല്ല, നമ്മൾ സ്വന്തമായിട്ട് പൈസ മുടക്കി സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഓരോരോ കാര്യങ്ങളും ഇതിന്റെ മുക്കും മൂലയും നമുക്കറിയാം. ഇപ്പൊ ഇലക്ട്രിസിറ്റി ആണെങ്കിലും പ്ലംബിംഗ് ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും കാര്യങ്ങൾ ഇലക്ട്രീഷ്യൻ വന്നിട്ട് ജസ്റ്റ് നമുക്ക് കണക്ഷൻ കൊടുത്തതേ ഉള്ളൂ. അതെ, അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, ചെയ്യാൻ പറ്റാത്ത പോലല്ല, അത് നിയമമാണ്. നിയമത്തിന് വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്തെന്നേ ഉള്ളൂ. അപ്പം അവരെന്താണ് നമുക്ക് സാങ്ഷൻ കിട്ടും, നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും വരുത്തില്ല, അത്രേ ഉള്ളൂ. ഇലക്ട്രീഷ്യൻ വന്ന് വെരിഫൈ ചെയ്യണം. ജസ്റ്റ് അയാൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ബാറ്ററി ഇതുമായിട്ട് കണക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എല്ലാം ഓക്കെ ആണോ, ദാറ്റ്സ് ഇറ്റ്. ബാക്കി എല്ലാം ചെയ്തത് നമ്മൾ സ്വന്തമായിട്ടാണ്. എല്ലാം A to Z നമ്മളാണ് ചെയ്തത്. അതെ, ഇലക്ട്രീഷ്യന്റെ കാര്യമായിട്ട് ഇവിടെ റോളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട്. അതെ, ഞാൻ അയാൾക്ക് 50 euro ആണ് കൊടുത്തത്. ആക്ച്വലി 90 euro ഒക്കെയാണ് ഒരു മണിക്കൂറിന്. ഒരു വെറുതെ വന്നാലും അധികം സമയം കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് വന്ന് കണക്ഷൻ കൊടുത്തു, എല്ലാം ചെക്ക് ചെയ്തു, പുള്ളി ഓക്കെ പറഞ്ഞു പോയി എന്നുള്ള. അല്ലാതെ ഒരു പരിപാടി പുള്ളിക്ക് ഇതിനകത്ത് ഇല്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെച്ചേക്കായിരുന്നു. അതെ, പക്ഷെ നമ്മളിപ്പം നാട്ടിൽ പോകാറായതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറെ കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. കുറച്ചും കൂടെ ലൈറ്റ് വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്. അത് നമ്മൾ എന്തായാലും ഫ്യൂച്ചറിൽ എന്തായാലും ചെയ്തിരിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു സ്പേസ് ആയിട്ട് തോന്നുമെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഒരു വീട്ടിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വാണ്ടൂർ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഒരു ചെറിയൊരു പാല് കാച്ചൊരു വീടാണല്ലോ. അതെ, നമ്മള് വീടുണ്ടാക്കുമ്പോൾ എന്തായാലും പാല് കാച്ചണമല്ലോ, അതൊരു ചടങ്ങാണ് നമ്മുടെ. അപ്പൊ അത് നമുക്ക് ചെയ്യണം. ഈ സൈഡില് ടൈൽ ഒട്ടിച്ചേക്കുന്ന പോലെ, ടൈലല്ല, അത് അലൂമിനിയം പാനലാണ്. അതിലുണ്ടല്ലോ ആ സൺലൈറ്റ് ഇങ്ങനെ ഷെയ്ഡ് ഇങ്ങനെ അടിക്കുന്നുണ്ട്, കണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? ആ മേഘവും ആ സൂര്യനില്ല അവിടെ സൺസെറ്റിന്റെ ആ ഷെയ്ഡ് അടിക്കുന്നുണ്ട്. നല്ലൊരു വാൾപേപ്പർ പോലെ തോന്നുന്നുണ്ട്, കണ്ടോ? നല്ല റിഫ്ലക്ഷൻ ഉണ്ട്. ആ പൂക്കളൊക്കെ അവിടെ ശരിക്കും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ശാരിക്ക് കണ്ടാൽ മനസ്സിലാവുന്ന അറിയത്തില്ല ഫോണിന്റെ. അതെ, നമ്മുടെ മെയിൻ ഒരു ലൈറ്റിന്റെ ഇതാണ്. ഞാൻ ഒന്ന് ഓഫാക്കി കാണിച്ചു തരാം. സീലിംഗ് ലൈറ്റ് അത് ഓഫാക്കും. പിന്നെ എല്ലാത്തിനും സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ട്. അപ്പൊ അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിലപ്പം ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം ഇത് എന്താന്ന് കരുതുന്നത്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതിൽ മാക്സിമം ബെറ്റർ എന്ന് പറയാനൊക്കത്തില്ല, നമുക്ക് ഇത് നല്ല ഇനിയും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിലും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ പറയാ, നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം നോക്കണം. എന്ന് കരുതി ഇത് അത്ര ചീപ്പ് ബഡ്ജറ്റ് ആണെന്ന് കരുതരുത്. നമുക്ക് എന്താ പറയുക, അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മളിത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. മിസ്റ്റേക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ചൂസ് ചെയ്യുമ്പോൾ തെറ്റ് പറ്റിയിട്ട് നമ്മൾ പിന്നീട് ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. 2-3 സാധനങ്ങൾ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് പല കാര്യങ്ങളും നേരത്തെ കൂട്ടി വാങ്ങിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. പക്ഷെ ഇനി അടുത്ത ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരത്തില്ലല്ലേ. ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും. ഫ്യൂച്ചറിൽ ഞങ്ങൾ എന്തായാലും ഇത് മാറ്റിയിട്ട് അതിനേക്കാളും വലുത് ചെയ്യും. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷറി ലുക്ക് ഒക്കെ ഉള്ള ഒരു മെർസിഡസോ. അതെ, ഇപ്രാവശ്യം നമ്മള് അത് നമുക്ക് പിന്നീട് പറയാം കാര്യങ്ങൾ. അത് ഇപ്പോഴേ പറഞ്ഞ് നിങ്ങൾ ഓവറാക്കി ചിലക്കണ്ട. അതെ, സർപ്രൈസ് ആയിട്ടിരിക്കേണ്ടതല്ല.
ഇപ്പോഴേ നമ്മൾ പറയണ്ട അല്ലേ? ബിൽഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു അതിന്റെ ചിലപ്പോ കാണുന്നവർക്ക് ചിലപ്പോ ജസ്റ്റ് ഇത് കഴിയും അപ്പൊ ഇതിന്റെ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനല്ല, നമുക്ക് ഒരു കാര്യം അടിപൊളിയായി കഴിയുമ്പോ സംഭവം സെറ്റ് ആയി കഴിയുമ്പോ നമുക്ക് പിന്നെ അതിനോടൊരു എന്താ പറയാ ചെയ്യാൻ തോന്നും, ചെയ്യാനുള്ളൊരു ത്വര വരത്തില്ലേ? അതെ. ഇപ്പൊ നമ്മൾ അതിന് ആദ്യം ഇഗ്ലൂ ഉണ്ടാക്കി, പിന്നെ ഐസ് വീഡ് ഉണ്ടാക്കി, അങ്ങനെ പല പല സംഭവങ്ങളും ഉണ്ടാക്കി. ചെയ്യുമ്പോ നമുക്ക് അത് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ അഡിക്റ്റ് ആയി പോകത്തില്ല ഓരോ കാര്യത്തിനും. എന്തെങ്കിലും ഒരു ശീലം നമുക്കിങ്ങനെ വന്നു കഴിയും. അതുപോലെ ഞങ്ങൾക്ക് ഒരു ചെറിയ അഡിക്ഷൻ പോലെ ആയിട്ടുണ്ട്. അതെ. അപ്പൊ നമ്മൾ ഇതിൽ നിന്നാണ് നമ്മൾ പഠിക്കുകയും കൂടാണ്, പല കാര്യങ്ങളും പഠിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു. ഒരുപാട് കാണുന്നവർക്ക് ചിലപ്പോൾ കിട്ടണം. റിസൾട്ട് കിട്ടുമ്പോഴാണ് എന്ത് കാര്യം ചെയ്താലും നമുക്ക് അതിന്റെ എന്താണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, നമുക്ക് നല്ല ശരിക്കും സംതൃപ്തി കിട്ടും. മനസ്സിലാക്കാൻ ചിലപ്പോൾ വാക്കുകളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഫീൽ എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ല. അതെ. പക്ഷെ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ. അതിപ്പോ ഇത് മാത്രമല്ല, നമ്മൾ മുറ്റത്തൊരു ചെടി നട്ട് അതൊരു പൂ പിടിക്കുമ്പോഴും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ലേ? സന്തോഷം കിട്ടും. അതെ. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കൊതുകിന്റെ എന്തായാലും നമ്മൾ നെറ്റ് അടിക്കണം, ബാക്കിലും ഫ്രണ്ടിലും അടിക്കണം, സ്ലൈഡ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും. പക്ഷെ കുറച്ച് ബാക്കിൽ അടിക്കാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ കർട്ടൻ കേട്ടോ, നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പോ കർട്ടനും കൂടി കൊണ്ടുവരണം, നല്ല വൈറ്റ് കർട്ടൻ, നല്ല രസമായിരിക്കും. സെറ്റ് ചെയ്യണം. അത് നമുക്ക് നോക്കാം, എന്തെങ്കിലും ഒന്ന് ഡിസൈഡ് ചെയ്യാം. അതെ. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങളെല്ലാരും നാട്ടിൽ പോകുന്നതിന് മുന്നേ വാനൊന്ന് കാണിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നാട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളോട് ഒരുപാട് പേര് നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, നമ്മളോട് കളിയാക്കി ചോദിച്ചിട്ടുണ്ട്. ഓഹോ, അപ്പൊ ഈ കൊല്ലം വാന്റെ പണി കഴിയത്തില്ലേ? അപ്പൊ 5 കൊല്ലം കഴിയുമോ 10 കൊല്ലം കഴിയുമോ നിങ്ങൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ? അപ്പം ഇനി ഉടനെ ഒന്നും ഇതിന്റെ പണി കാണാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ നമ്മളോട് നല്ല രീതിയിൽ പറഞ്ഞവരും കളിയാക്കി പറഞ്ഞവരും ഒക്കെ. എല്ലാവരോടും നമുക്ക് സ്നേഹം മാത്രം. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തതാണ്. നമ്മുടെ വാന്റെ പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് അറ്റകുറ്റപ്പണികൾ നമുക്ക് ഒരു 99% കഴിഞ്ഞു. 1% അറ്റകുറ്റപ്പണികളാണ്. അത് നമുക്ക് ഈസിയായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. തിരിച്ചു വന്നാലും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം അകത്ത് നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ചൂടും കാര്യങ്ങളും, നമ്മുടെ ഹീറ്റർ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതെ, അത് നമുക്ക് എല്ലാം നമ്മുടെ എന്താ പറയുന്നത് വാൻ ടൂർ ചെയ്യുമ്പോ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പം എന്താ പറയുന്നത്, ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളല്ലേ? അതെ, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് വാന്റെ പണി കഴിഞ്ഞു ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് നമ്മള് വന്നതാണ്. വാൻ ടൂർ നമ്മള് ഉടനെ തന്നെ ഇടാം. അപ്പൊ ഇനി നമുക്ക് പോണം, പോയിട്ട് നമ്മുടെ പാലുകാച്ച് നമ്മൾ അറിയിക്കാം. അതെ, പാലുകാച്ച് എല്ലാരും വിളിക്കുന്നതാണ് കേട്ടോ. അതെ, ഫിൻലാൻഡിലേക്ക് എല്ലാരും നമ്മുടെ പാലുകാച്ചിന് വരണം. അതെ, ഇത്രയേ ഉള്ളൂ. ഏപ്പുട്ടന് ഉറക്കം വരുന്നു. നാട്ടിൽ പോകാനായിട്ട് ഞങ്ങൾക്ക് പാക്കിങ് കാര്യങ്ങളും ഒക്കെ ചെയ്യണം. ഒരുപാട് പണികളുണ്ട്, സമയമില്ല. ഞങ്ങളിപ്പോ ഇന്നാണ് ഈ ലൈറ്റ് വർക്ക് ഫിനിഷ് ചെയ്തത്, എന്നിട്ട് നേരെ ഡയറക്റ്റിങ് വരുമായിരുന്നു അല്ലേ? അതെ. അപ്പൊ നമുക്ക് പോയിട്ട് ഏവിക്ക് ആഹാരമൊക്കെ കൊടുത്തിട്ട് നമുക്ക് പായ്ക്കൊക്കെ ചെയ്ത് റെഡിയാകാം, നാട്ടിലേക്ക് പോകാം. അന്ന് നമ്മൾ വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു. പിന്നെ ദാ നമ്മളിപ്പോൾ ഡ്രോണ് പറത്താൻ പോവാണ് നമ്മുടെ. അപ്പൊ അതെ, നമ്മുടെ ഡ്രോൺ ആണെന്നുണ്ടെങ്കിൽ വിനോദ് പറത്തി നോക്കുവാണ്, ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അതെ, നമ്മൾ കാണാം ഇതില്. അതെ, ഇതാ കുറച്ച് കാറ്റുണ്ട്, കുറച്ച് കാറ്റുള്ളതുണ്ട്. നമ്മളൊരു ഫോട്ടോ എടുത്താലോ? യെസ്. അപ്പൊ അതെ, നമ്മൾ ചെറിയ രീതിയിൽ ഡ്രോൺ ഒന്ന് പറത്തി നോക്കിയതാണ്. വിൻഡ് ഉള്ളതുകൊണ്ട് പിന്നെ അധികം നേരം നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാം സക്സസ് ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി പറത്താം. നാട്ടിൽ പോകാനായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. നാളെ വൈകിട്ട് നമ്മൾ പോകും. അപ്പൊ നമ്മുടെ കറിവേപ്പുണ്ടല്ലോ, അത് നമ്മൾ അന്നയുടെ വീട്ടിൽ കൊടുത്തിട്ടാണ് പോകുന്നത്. കാരണം അത്രയ്ക്ക് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി ചെടികൾക്കൊക്കെ അവർ വന്ന് വെള്ളം ഒഴിക്കും. പക്ഷെ ഈ ഒരു കാര്യം എന്താ പറയുന്നത്, ഇവിടെ വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല, നമുക്ക് അത് ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ. ഇത്രയും വലുതായതായിരുന്നു. അപ്പൊ നമ്മളിത് ഇവിടെ കുറച്ച് മുറിച്ചിട്ട് പിന്നെയും പൊട്ടി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് കറി വെക്കാൻ വേണ്ടിട്ട് ഇത്രയും കുറച്ച് വലുതായപ്പോ അങ്ങ് മുറിച്ച്. അപ്പൊ അത് നല്ല രീതിയിൽ നമ്മള് കുറച്ചും കൂടെ നേരത്തെ സമ്മറിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച മുന്നേ മുറിക്കേണ്ടായിരുന്നു. കുറച്ച് താമസിച്ചാ പോയി മുറിച്ചത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അത് കൊണ്ട് കൊടുക്കാം അവർക്ക്. അക്ഷമയോട് കൂടി കാത്തിരിക്കും. നമ്മള് വാനിലാണ് പോകുന്നത്. അപ്പൊ അവര് നമ്മുടെ വാൻ കണ്ടില്ലായിരുന്നു റെഡി ആയിട്ട്. അപ്പൊ അവരെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാം. അപ്പൊ അതെ, അന്നയ്ക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ വീട്ടില് പിടിച്ച ഫ്ലവർ ആണ്. നല്ല ഭംഗിയുണ്ട്. കിളിച്ചു വന്നേ അല്ലേ? അന്നയ്ക്ക് പൂക്കളൊക്കെ കൊണ്ട് കൊടുക്കുവാണ്. നമ്മൾ കൊണ്ടു കൊടുത്ത പൂക്കൾ അന്നയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് അന്ന ഫിനിഷിൽ പറഞ്ഞത്. അന്നയ്ക്ക് ഇംഗ്ലീഷും സംസാരിക്കാൻ അറിയാം, പക്ഷെ കുറച്ച് ഷൈ ആണ്. അപ്പൊ ദേ നമ്മുടെ കറിവേപ്പ് കൊണ്ടുവന്ന് നമ്മൾ അന്നയുടെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അവരിത് നോക്കിക്കോളൂ ഇനി നമ്മൾ തിരികെ വരുന്നവരെ. ഈ ബുക്ക് ഏവക്കുട്ടന് വേണ്ടി തന്നതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് പിച്ചിക്കൊണ്ടുവന്ന ബ്ലാക്ക് കറന്റ് ബെറീസ് ആണ് ഇത്. അപ്പൊ അവരാണെന്നുണ്ടെങ്കിൽ നല്ല ജാം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോഴേ ചോദിച്ചു അതിന് ജാം ഉണ്ടാക്കിയത്. അപ്പൊ
ടേസ്റ്റ് ചെയ്യാനായിട്ട് വാങ്ങിച്ചാണ്. കണ്ടോ കളറൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ നല്ല നോക്കി നല്ല ചിക്കായിട്ടിരിക്കുകയാണ്. അതെ ഭയങ്കര. ഇതിനെന്താ കളറാ പറയുന്നത് നമ്മുടെ ഇതില്? മജന്ത ഒരു ബീട്രൂട്ടിന്റെ കളർ. അതെ ശരിക്കും ഒരു ബീട്രൂട്ടിന്റെ കളർ ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. വിനോദ് കഴിക്കും. ഏവയ്ക്ക് തരാവണം അതിന്റെ. It's good. It's good. More like sugar. Yeah. Nah. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? നല്ല ടേസ്റ്റുള്ള ജാമായിരുന്നു. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതുപോലെ 3 കുപ്പി ജാമോളമാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ദേ ഹേവക്കുട്ടനും അന്നയും കൂടെ ഇവിടെ ഇരുന്ന് കളിക്കുകയാണ്. അപ്പൊ അവരവിടുന്ന് കളിക്കുന്ന നേരത്ത് നമ്മൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു, നാട്ടിൽ പോകുന്ന കാര്യങ്ങളൊക്കെ. അന്നയുടെയൊക്കെ ആടിൽ നിൽക്കുന്ന ആപ്പിൾ ട്രീ കണ്ടോ? നിറച്ച ആപ്പിളുണ്ട്. ഇത് ചെറിയ ആപ്പിളാണ് കേട്ടോ. ദേവക്കുട്ടൻ ഇവിടെ നിന്ന് പിച്ചിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഒരെണ്ണം പിച്ചി എടുത്തിട്ടുണ്ട്. ദേ പുളിയാണോ? സൂപ്പറല്ല? അല്ല. ഓക്കെ, സ്ട്രോബെറി ഇഷ്ടപ്പെട്ടോ? ഓക്കെ, സ്ട്രോബെറി വെച്ചാൽ ഓടുവാ. ഏവയ്ക്ക് പോകാൻ നേരം ഫ്ലൈറ്റിൽ വെച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏവ ഓടുന്നത്. അതുകൊണ്ട് അവിടെ ആപ്പിളുണ്ട്. കേസാക്കുറുപ്പ് You can make salad and everything. It's so big. I don't know. These are not cherries. Like a decorative apple tree. But eatable? No, I don't think they are. No. Only like. Okay. സിയത്തവ കഴിക്കുന്നതല്ല പൊന്ന അത്. അതുകൊണ്ട് അവിടെ എന്തോ ഉണ്ട്. അച്ഛൻ എന്താ വിളിക്കുന്നത്? He finds something. ഇതെന്തോ ഇവിടെ? പോലുക്ക. യാ. ലിങ്കോൺ ബെറി. ഇതാ കണ്ടില്ലേ, ഇവിടെ നിറയെ ലിങ്കോൺ ബെറീസ് നിൽക്കുകയാണ്. അന്നയുടെയൊക്കെ വീടിന്റെ ആ ബാക്ക് സൈഡിലായിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. ഇതാ കണ്ടോ, പഴുത്ത് വരുന്നതേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ഈ ചെറിയ പോലെ ഉണ്ട്, ചെറിയ ചെറിയ. അതെ, പലതരം വെറൈറ്റി ബെറീസ് ആണുള്ളത്. ബെറികൾ കാണിച്ചു കുഴഞ്ഞു. ഇത് കണ്ടോ, എല്ലാം കൂടെ കഴിക്കാൻ പോവാണോ? എല്ലാം കൂടെ കഴിക്കാൻ പോവാണേ. സൂപ്പറാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. വലിയ വലിയ ബ്ലൂബെറി. ഒരു ബ്ലൂബെറി എനിക്ക് കാണിക്കട്ടെ. നമ്മളപ്പോ അന്നയുടെ വീട്ടിൽ വന്നതാണ് നമ്മുടെ കറി പ്ലാന്റും അതും ഇതൊക്കെ കൊടുക്കാനായിട്ട്. അതെ, നമ്മൾ ഈ ആടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് നിറയെ അധികം ഒരുപാടുണ്ട് ലിങ്കോൺ ബെറീസ് ആണ് ഈ നിൽക്കുന്നത്. ഇവിടെ മുഴുവൻ നിപ്പുണ്ട്. ഇതേ നോക്കി, ഈ ചുമല കളറിൽ നിൽക്കുന്ന ബെറിയുടെ പേരാണ് ലിങ്കോൺ ബെറി. ഇത് പക്ഷെ ബ്ലൂബെറിയേക്കാളും അത്രയ്ക്ക്, ബ്ലൂബെറിക്കാ കുറച്ചും കൂടി മധുരം. ഇതിന് അത്ര മധുരം ഇല്ല, എന്നാലും സൂപ്പറാണ്, ഹെൽത്തിയാണ് ഈ സാധനം. ഇത് നോക്ക്, ഇവിടെ എല്ലാം നിപ്പുണ്ട്. ഇത് ഈ പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ കരടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെ, കരടികൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ്. കരടികൾ കഴിക്കും. എന്തോരാ പിടിച്ചിരിക്കുന്നേ നോക്കി, ഇഷ്ടം പോലെ. എന്തായോ കഴിക്കുന്നേ? ടൊമാറ്റോ എവിടുന്നാ? അന്നയുടെ ഫാമിന്നോ? ഓക്കെ, അന്നയുടെ അവിടെ എന്താ പറയുന്നത്, ഗ്ലാസ് ഹൗസിൽ പിടിച്ച തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഏവക്കൂട്ടം പിച്ച് കൊണ്ടുവന്നതാണ്. ആപ്പിൾ ആണെന്നുണ്ടെങ്കിൽ വെറും പച്ചയാണേ, പൊട്ടാണ്. അപ്പം ഇതേ നമ്മൾ ആപ്പിളും കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണേ ഓട്സ് പാടത്തേക്ക്. ഓട്സ് പാടം എല്ലാം നല്ല രീതിയിൽ വിളഞ്ഞിട്ടുണ്ട്, നല്ല സ്വർണ്ണ കളറായി വരുന്നുണ്ടെന്നല്ല വന്നിട്ടുണ്ട്. അപ്പം അങ്ങോട്ടൊന്ന് പോയി കാണിച്ചു തരാം. അതെ, ഈ ബുക്കൊന്ന് പിടിച്ചേ, എന്നിട്ട് ഞാൻ ഇനി അവരെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഓട്സ് നന്നായിട്ട് കാണിച്ചില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞു. അപ്പം ഞാൻ ഓട്സ് ഒന്ന് നല്ല രീതിയിൽ കാണിച്ചു തരാം. ഇതാണ് ഓട്സ്, കണ്ടോ? പൊട്ടിച്ചാലോ? ഇത് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗോതമ്പ് അരി പോലെ തന്നെ ഇരിക്കുന്നത്, കുറച്ചും കൂടെ
നീളമുണ്ട് കണ്ടോ, കുറച്ചുകൂടെ നീളമുണ്ട്. ഇതിൽ നിന്നാണ് ഓട്സ് വരുന്നത്. അതെ, ഇതാ കണ്ടോ, ഇതേ ഇങ്ങനെ ഇരിക്കും. കാരണം പലരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അരിയിൽ നിന്നാണ് അവല് വരുന്നത് പോലെ ഗോതമ്പിൽ നിന്നാണ് ഓട്സ് വരുന്നതെന്ന് ധാരണയുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെയും ധാരണയൊന്ന് മാറ്റി കൊടുത്തപ്പോഴത്തേക്ക് ചെറിയൊരാശ്വാസം. എന്തൊരു ഭംഗിയാന്ന് നോക്കിയാ കാണാനേ, വിളഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. വാവ്, നല്ല ഓരോ ചെടി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു ഓട്സ് ഇങ്ങനെ ഒരു ചെടിയിലാണ് ഉണ്ടാകുന്നതെന്ന്. ആർക്കും ഒത്തിരി പേർക്ക് ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് അത്ഭുതമായിരുന്നു. അതെ, അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അന്നയുടെ ഫാമിലേക്കൊക്കെ വേണ്ടിയിട്ടാണ്. അവർ ഫാമിൽ കന്നുകാലികൾക്ക് കൊടുക്കാനാണ് ഇത് കൃഷി ചെയ്യുന്നതെന്ന്. അത് ശരിക്കും അവർ കന്നുകാലികൾക്ക് കൊടുക്കാൻ തന്നെയാണ് ഇത് കൃഷി ചെയ്യുന്നത്. അതിനർത്ഥം ഇത് യൂറോപ്പിൽ കന്നുകാലികൾ കഴിക്കുന്ന സാധനമാണ്, കൊള്ളാത്തതാണ്. അതെ, അങ്ങനെയല്ല. ഇവർക്ക് കന്നുകാലികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏകദേശം 4000-5000 കന്നുകാലികളുണ്ട്. അതിനെല്ലാത്തിനും കൊടുക്കാൻ ഇവർ ഷോപ്പിൽ നിന്ന് ഫുഡ് വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഓട്സ്, ഗോതമ്പ്, ബാർലി തുടങ്ങിയ എല്ലാം കൃഷി ചെയ്ത് അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇവർ തന്നെ പശുക്കൾക്ക് കൊടുക്കും. അപ്പൊ ഇവർക്ക് ഒരു ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരത്തില്ല. അതിനർത്ഥം ഇത് മനുഷ്യർക്ക് കഴിക്കാൻ കൊള്ളാത്തതാണ് എന്നല്ല, മനുഷ്യരും കഴിക്കും, ഇവരും ഇത് കഴിക്കാറുണ്ട്. അവർ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് കഴിക്കുന്നത്. പക്ഷെ ഇവർ ഇത്രയും വളരെ ബൾക്കായിട്ടൊക്കെ കൃഷി ചെയ്യുന്നത് ഇവരുടെ ഫാമിലി ആവശ്യത്തിന് വേണ്ടിയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ചിലരൊക്കെ കമന്റ് ഒക്കെ ഇട്ടേ, അതെ, യൂറോപ്പിൽ കന്നുകാലികൾക്ക് കൊടുക്കുന്നേ നമ്മള് തിന്നുന്നത്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതെ, ഇവിടെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീസൺ കൊണ്ടാണ്. അതെ, അവർക്ക് അത്രയ്ക്കും ഉണ്ട്, അവർക്ക് വേറെ മുതലാവത്തില്ല ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. പല ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു യൂറോപ്പിൽ ഇതെല്ലാം കന്നുകാലികൾ കഴിക്കുന്നതാണ്, നമ്മുടെ നാട്ടിൽ മനുഷ്യർ എന്താ പറഞ്ഞ വളരെ ഗമയോടുകൂടി വാങ്ങിച്ചു കഴിക്കുന്ന ഭക്ഷണമാണ് ഓട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഇവിടെ എല്ലാവരും ഗമയോടുകൂടി തന്നെ കഴിക്കുന്ന ഭക്ഷണമാണ്. ഇവിടെ രാവിലെ കുട്ടികൾക്ക് മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവരും രാവിലെ ഓട്സ് കഴിച്ചാണ് ഇവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ. അത്രയ്ക്ക് നല്ല ഗുണമുള്ള സംഭവം ആയതുകൊണ്ടല്ലേ എല്ലാവരും കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇവര്, പിന്നെ ഈ കന്നുകാലികൾ എന്ന് പറയുന്ന സംഭവങ്ങളെ മനുഷ്യർ തന്നെ കഴിക്കുന്നതാണല്ലോ. അപ്പൊ അവരും നല്ല ക്വാളിറ്റിയുള്ള ഫുഡേ അതിന് കൊടുക്കാറുള്ളൂ. പശുവിന്റെ പാലും മീറ്റും എല്ലാ കാര്യങ്ങളും മനുഷ്യർ തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പം അവര് കന്നുകാലികൾക്ക് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെയാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്നത്. എത്ര വലിയ ഫീൽഡാന്നറിയാം. ഇത് മാത്രമല്ല, ഇവർക്ക് ഒരുപാടുണ്ട്, അങ്ങോട്ടും കുറെ ഉണ്ട്. എത്ര ഏക്കറാന്ന് പറഞ്ഞവർക്ക്? 1000 ഹെക്ടർ ആണ് കേട്ടോ. ഓക്കെ, ഇതാ നോക്ക്, നല്ല വിളഞ്ഞ് പഴുത്ത് കിടക്കുവാണ്. നല്ല രസമാണ് കാണാൻ ഈ കളറൊക്കെ അല്ലേ. അല്ല, വിളഞ്ഞു കിടക്കുന്ന ഓട്സ് പാടം, അതെ, പിന്നെ സൈഡിലായിട്ട് കാട്, അത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ വീട് എന്തൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ അന്നയുടെ വീടിന്റെ ഇവിടെ. ശരിക്കും നല്ല ബ്യൂട്ടിഫുള്ളാ. ഒരു ചെറിയൊരു കൊട്ടാരം പോലുണ്ട്. അതെ, ഓട്സ് കൊണ്ട് ഏവക്കൂട്ടം പോന്നു. അതെ, എവിടെ കൊണ്ടുപോകാനേ? വാ, വീട്ടിൽ വെക്കാനാണോ? അവിടെ കൊണ്ട് വെക്കാനാണോ? ഇതെന്തായാലും ഒന്നും പറയും. ഇത് കണ്ടോ, വിളഞ്ഞു കളഞ്ഞ് കഴിച്ചു നോക്കി. അപ്പൊ അന്നയുടെ നമ്മൾ യാത്ര പറഞ്ഞു. നാളെ രാത്രിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നാളെ ഇനി അവരെ കാണാൻ വരാൻ നമുക്ക് സമയമില്ലല്ലോ. എന്താ ചോദിച്ചെന്ന് പറഞ്ഞോട്. അന്ന എപ്പോ വരുമെന്ന് ചോദിച്ചത്. അപ്പം അന്ന വരും നമ്മുടെ അവിടെ ഒരിക്കൽ. അന്ന ഒരു ദിവസം വരും, വിന്റർ സമയത്ത് വരും. അവർക്കിപ്പോ ഒരുപാട് ഫീൽഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെ, ഈ ഒരു ടൈമിൽ ഹാർവെസ്റ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ വരാൻ പറ്റത്തില്ല. അവർക്ക് ഭയങ്കര ബിസിയാണ് അവര്. They are too busy. അതെ, so maybe they will sometime next time. Yeah. In the winter time. In the winter time, yes. Okay, let's go. This is very sweet. കുറച്ചുകൂടെ ആപ്പിളൊക്കെ നമ്മൾ പിച്ചെടുത്ത് പിന്നെ അന്നയുടെ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പോകാൻ ഇറങ്ങിയേക്കുവാണ്. അന്നമോള് നമ്മുടെ വാൻ കണ്ടില്ല, അപ്പൊ അതൊന്ന് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് പോവാം. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്കൊരു ചെറിയ പാല് കാച്ചും പാർട്ടിയൊക്കെ വെക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അന്നയ്ക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. ഓട്ടം, യെസ്. അന്നയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ അവര് പാടമൊക്കെ കൊയ്യാൻ തുടങ്ങും. അപ്പൊ അവര് വീഡിയോ എടുത്ത് നമുക്ക് അയക്കാന്നാ പറഞ്ഞത്, നിങ്ങളെയൊക്കെ കാണിക്കാനായിട്ട്. എന്തായാലും നമ്മള് പോയിട്ട് വരട്ടെ. അപ്പൊ അവർക്കും ഭയങ്കര വിഷമമാണ് നമ്മള് പോകുമ്പോഴത്തേക്ക്. അവര് നമ്മളെ മിസ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും അതെ,
അപ്പോൾ അതേ നല്ല മഴ വരാൻ പോകുന്നു. നമ്മളിവിടെ ഡ്രോണും കൊണ്ടൊന്ന് വന്നതാണ്. ഇന്നലെ വന്ന അതേ സെയിം ബീച്ച് സൈഡിൽ നമ്മുടെ വാനിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് എടുക്കാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പോകുന്നതിന് മുന്നേ. പക്ഷെ അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പം നല്ല മഴ പെയ്യാൻ പോവാണ്. ഏവക്കുട്ടന് ഇത് ചാറ്റമഴയത്ത് ഇറങ്ങണമെന്നാണ് പറയുന്നത്. ചെറിയൊരു പനിയൊക്കെ ഉണ്ട്. ഡേ കെയറിലൊക്കെ പോയിട്ട് വന്നേ പിന്നെ. അപ്പം നമുക്കിനി യാത്രയൊക്കെ പോകേണ്ടതല്ലേ, അതുകൊണ്ട് ഇതാ അകത്ത് പിടിച്ചിരുത്തിയിട്ടുണ്ട്. അന്നയുടെ അവിടെ നിന്ന് വെച്ച് ആപ്പിളും ബ്ലൂബെറീസും ഒക്കെ കഴിച്ചിട്ട് ഏവക്കുട്ടൻ എന്താ നമ്മുടെ വാനിനകത്ത് കൈയൊക്കെ കഴുകിയിട്ടുണ്ട്. വെള്ളത്തിൽ കളി ഒരു വീക്ക്നെസ് ആണ് ഏവക്കുട്ടന്റെ. നമുക്ക് ക്യാമ്പിങ്ങിന് പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒട്ടും സമയമില്ല. അച്ഛനും മോളും കൂടെ സീനറി ഒക്കെ ആസ്വദിച്ചുകൊണ്ട് അക്കുത്തിക്കത്ത് കളിക്കുന്നു. ഓരമ്മ കടലിൽ പോയി. ഓരമ്മ കടലിൽ പോയി ഒരു ഡസൻ വള വാങ്ങി. ഓരമ്മ കടലിൽ പോയി ഒരു ഡസൻ വള വാങ്ങി. വളയുടെ നിറം എന്ത്? എന്തോ വിഹരയാ. ആ വിഹരയാ. ഇവിടെ മുടക്കി വെക്കും. ഇങ്ങനല്ല, ഇങ്ങനെ മുടക്ക്. അതൊക്കെ അറിയത്തില്ല കളിക്കാൻ. അങ്ങനെ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നല്ല ശക്തമായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയേ. നല്ല മഴയാണേ. അപ്പം മഴയുടെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമ്മളിതാ ഈ നദിക്കരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മഴ പെയ്തില്ല, ഡ്രോണും കൂടെ വെച്ച് പൊളിച്ചെടുക്കായിരുന്നു. അതെ, ഭയങ്കര വിഷമമുണ്ട് ഡ്രോൺ വെച്ച് എടുക്കാൻ പറ്റാത്തതില്. നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ട് ഇങ്ങനെ നമ്മളത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നുണ്ട്. നടക്കാത്തപ്പോ വരുമ്പോ ഉള്ള ആ ചെറിയൊരു വിഷമം നമുക്ക് തിരിച്ചു വരുമ്പോ എടുക്കാലോ. തിരിച്ചു വരുമ്പോ എടുക്കാം. ഇത് കണ്ടോ, വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യ വ്യൂ ആണ് കേട്ടോ. ഓക്കെ, നല്ല രീതിയിൽ വീഴുന്നുണ്ട്. ഞാൻ നനയും അവിടെ നിന്ന്. അപ്പൊ ശാരിതാണ് മഴ നനഞ്ഞ് വീഡിയോ എടുക്കുക. ഡോർ അടച്ചേക്ക്, ഞങ്ങൾ അകത്ത് കയറുക. ഓ, ഉറങ്ങാനായിട്ട് ആൾക്കാരുടെ ബഹളം. നല്ല മഴ. കണ്ടോ, ഇരുട്ടായി തുടങ്ങുന്നുണ്ട് ചെറുതായിട്ട്. അപ്പം ചുരുണ്ട് കൂടുന്ന ഒരാള്, ചുരുണ്ടങ്ങ് കൂടുവാണ്. അത് ഓഫായി കഴിഞ്ഞാ പിന്നെ ഒന്നും കാണത്തില്ലല്ലോ. വെട്ടം വേണ്ടേ? പിന്നെ അച്ഛനും മോളും കിടന്ന് ഉറങ്ങിയാ മതിയോ? ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. എത്ര എടുത്തിട്ടും മതിയാവുന്നില്ല. വളരെ ഫാസ്റ്റ് ആയി പോയേ നാട്ടിൽ പോക്ക്. ഓക്കെ, ഏവക്കൂട്ടം ചുരുണ്ടങ്ങ് കൂടുവാണ്. പുന്നാരം ചിരിച്ചു കൊഞ്ചുന്ന ഏവക്കൊരു നേവ. ഹായ്, കൊഞ്ചല. നാട്ടിൽ ആളായിട്ട് നാട്ടിൽ പോവാ. അപ്പൊ അങ്ങനെ സമയമൊന്നുമില്ല അല്ലേ? അതെ, പോവാന്ന് ഇപ്പൊ ഒരു കൊറേ പ്രാവശ്യം പറഞ്ഞു പോവാന്ന് പറഞ്ഞു. അതെ, നടന്നു പോകും മഴയത്ത്. വാ നമുക്ക് പോവാ. മഴയത്ത് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്. അതെ, നാട്ടിൽ മഴ പെയ്യും. നാട്ടിൽ മഴയുണ്ടോ? അപ്പൊ അതെ, നമ്മളിങ്ങനെ വെറുതെ ഓരോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ് അല്ലേ. ഇങ്ങനെ ഇരുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ ക്യാമ്പർ വാൻ? ഒരുപാട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് നാട്ടിൽ പോകുന്ന അങ്ങ് ഒരു വല്ലാത്ത വിഷമം. ഇപ്പം വിഷമല്ല, നാട്ടിലും പോകണം. വിഷമമൊന്നുമില്ല, സന്തോഷം. പക്ഷെ ഇതൊന്നും ചെയ്യാതെ ചെയ്യാതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോകാതെ നമുക്ക് പോകുന്നതിന് ഒരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ തണുപ്പാകും. അത് മാത്രമേ ഇപ്പൊ നല്ല വെതറാണ്. നല്ല വെതറും പിന്നെ ഈ മനോഹരമായ കാഴ്ചകളും ഒക്കെ അത് നമുക്ക് മിസ് ചെയ്യും. പക്ഷെ വിന്റർ ആകുമ്പോ പക്ഷെ വേറെ ഇതല്ലേ, വേറെ വൈബാണ്. ശരി, നല്ല സൂപ്പർ പാട്ടല്ലേ. ചക്കരയാ, നല്ല പാട്ട്. മഴ കാണുവാണോ കുഞ്ഞ്? മഴയുണ്ട്, ചാറ്റമഴ. ഇതാണ് ചാറ്റമഴ, കുഞ്ഞു മഴയാണ് ചാറ്റമഴ. കൊറേ നേരമായി നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുവാ കേട്ടോ. വീട്ടിൽ ചെന്നിട്ടാണ് ഒരുപാട് പണിയുണ്ട്. പാക്ക് ചെയ്യണം, പിന്നെ ക്ലീൻ ചെയ്യണം. കുറച്ച് കൊറേ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പനിയാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം. നല്ല സുഖമുണ്ട്. ഇവിടെ കിടന്നിട്ട് സത്യമാണ്, നമുക്ക് ഈ കോസി വൈബും പിന്നെ ഈ മഴയും ചെറിയ തണുപ്പും ഒക്കെ ആയിട്ട് നല്ല സുഖമാണ്. കെട്ടിപ്പിടിച്ചോളാൻ തോന്നുന്നുണ്ട്.
പക്ഷെ ഇനി നമുക്ക് ഇനിയും ചെയ്യാമല്ലോ. ഇല്ല, ഉറങ്ങാൻ സമയമില്ല. ഉറങ്ങാൻ സമയമില്ല, അതാണ്. അപ്പം ഞങ്ങളോടാണ് അന്നയുടെ അമ്മയൊക്കെ ചോദിക്കാറ് നിങ്ങൾ ഇതിലാണോ ഇന്ന് ഉറങ്ങുന്നതെന്ന്. ഞങ്ങൾ പറയാം ഉറങ്ങാൻ പോലും സമയമില്ല, ഇതിലെന്നല്ല ഞങ്ങൾക്ക് വീട്ടിൽ പോലും ഉറങ്ങാൻ സമയമില്ല ഇന്ന്. അത്രയ്ക്ക് ജോലികളാണ് ചെയ്യാനുള്ളത്. കാരണം നമ്മള് ബിസി ആയിരുന്നല്ലോ, ഫുൾ ടൈം ബിസി ആയിരുന്നു. വാനിന്റെ പണിയും പിന്നെ അല്ലാതെ നമ്മുടെ തന്നെ ജോലി തിരക്കുകളും എല്ലാവരും ബിസി ആയിരുന്നു. പിന്നെ പനി പിടിച്ച കാരണം അത്രയ്ക്ക് ആക്റ്റീവായിട്ട് ചെയ്യാനും പറ്റുന്നില്ല കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകൾ. ഇനി എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് ആഹാരമൊക്കെ കഴിക്കണം. ശരി, അപ്പൊ നമുക്ക് ക്യാമറമാന്റെ ആ ഒരു വൈബിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ആക്ച്വലി ചിലപ്പോ അതങ്ങനെയാണ് ഇഷ്ടം. നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് നമുക്കിപ്പോ ഒരു പുതിയൊരു സാധനം നമ്മുടെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ കളിപ്പാട്ടം കണ്ട് നമ്മള് കുട്ടികളെ പോലെ ആവത്തില്ല, അതുപോലെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞങ്ങള്. ഏതാണ്ട് കണ്ടിട്ട് വാന്നും പറഞ്ഞിരിക്കുന്നത് കിളികൾ പുള്ളിക്കാര് വേറൊരു ലോകത്തിരിക്കുക. അപ്പം എന്തായാലും നമുക്ക് നാട്ടിൽ പോകാനുള്ള വൈബാക്കാം. ഓൾറെഡി വൈബാണ്. നമുക്ക് നാട്ടിലെ വീഡിയോ ആയിട്ട് കാണാം, നാട്ടിലെ വീഡിയോസ് ഒക്കെ ആയിട്ട്, നാട്ടിലേക്ക് പോകുന്ന വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. അപ്പം ക്യാമറമാന്റെ വീഡിയോസ് നമ്മൾ ഇപ്പൊ തൽക്കാലത്തേക്ക് നിർത്തി വെക്കാണ്. ഇനി നമുക്ക് പുതിയ യാത്രകളൊക്കെ തിരിച്ചു വന്നിട്ട് കാണാം. ഇവിടെ വേറെ എന്താ പറയുന്നു. അപ്പൊ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല എന്താണ് നമുക്ക് അഡ്വൈസുകൾ തന്നിട്ടുണ്ട്. അതിനെല്ലാവർക്കും ഞങ്ങൾ എല്ലാവരും നന്ദിയോടെ സ്നേഹം രേഖപ്പെടുത്തുന്നു കേട്ടോ. നന്ദിയോടെ സ്നേഹം രേഖപ്പെടുത്തുന്നു, അതാണ് ഉദ്ദേശിച്ചത്. ടങ് സ്ലിപ്പായി പോയി, നോർമലാണ്, ഒന്നും പ്രശ്നമില്ല. അപ്പൊ എല്ലാവരോടും സ്നേഹം അത് തന്നെ. ബൈ ബൈ. പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.